9:30-10 മണിയാകുമ്പോൾ എത്തിച്ചേരാമെന്ന് ആഗ്രഹിച്ചതും വിചാരിച്ചതുമാണ്. നമ്മൾ ഇതുവരെ 2 പോയിന്റേ പിന്നിട്ടിട്ടുള്ളൂ. പക്ഷേ പോയിന്റുകളിൽ മാത്രമല്ല, വഴിയിലുടനീളം നമ്മുടെ അമ്മ പെങ്ങന്മാരും കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വഴിയരികിൽ ഇറങ്ങി നിന്ന് ഇത്തവണ നമുക്ക് നൽകുന്ന ശക്തമായ പിന്തുണ അത് കാണുമ്പോൾ അവരെ കാണാത്ത തരത്തിൽ പോരാൻ കഴിയാത്തത് കൊണ്ടാണ് കുറച്ച് നേരം വൈകിയത്. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഈ പൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ ഈ ചൂടത്ത് കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം. എന്ത് സംഭവിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഉറച്ച തീരുമാനമെന്ന് നിങ്ങൾ ഓരോരുത്തരും തെളിയിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ നോമിനേഷൻ കൊടുത്തു. ഇന്നലെ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആയിരക്കണക്കിന് സഹോദരിമാർ, അമ്മമാരാണ് നമ്മള് ആ നോമിനേഷന്റെ റാലിയിൽ പങ്കെടുത്തത്. അത് നട്ടുച്ച വെയിലത്ത് അവരിൽ ഒരാൾ പോലും പിരിഞ്ഞു പോകാതെ അവരെല്ലാവരും മുദ്രാവാക്യം വിളിച്ച് ഒരുമിച്ച് അണിനിരന്ന് ആ റാലിയിൽ പങ്കെടുത്തു. ആ റാലിയിൽ പങ്കെടുത്തപ്പോൾ അവര് നടത്തിയൊരു പ്രഖ്യാപനം എന്താണ്? വടകരയുടെ അമ്മ മനസ്സ് ഇത്തവണ ആർക്കൊപ്പം എന്ന് ചോദിച്ചാൽ ബസ്സിലുള്ള ആൾക്കാർക്ക് സഹായിക്കുന്നതായിട്ട് പറയണം. വടകരയുള്ളവരോട് പറയണം സഹായിക്കുക. വടകരയുടെ അമ്മ മനസ്സ് ആർക്കൊപ്പമാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമേ ഉള്ളൂ. വടകരയിലെ അമ്മ മനസ്സ് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം അടിയുറച്ചു നിർത്തിയാണ് അത് തെളിയിച്ചതാണ്. എന്തിനു വേണ്ടിയാണ് അവർ പങ്കെടുക്കുന്നത്? എന്തിനു വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് നാടിന്റെ ഐക്യമാണ്. നാടിന്റെ ഐക്യവും പുരോഗതിയുമാണ്. ഇന്ത്യ രാജ്യത്തെ നമ്മൾ ഒരുമിപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയിലുടനീളം പദയാത്ര നടത്തി പറഞ്ഞത്